ജഡ്ജസ് ഞാൻ റെഡിയാ, ഇവിടെ പിള്ളേരും റെഡിയാ, നിങ്ങൾ റെഡിയാണ്? എന്നാ പിന്നെ പെർഫോമൻസ് റൗണ്ടിലേക്ക് പോവാം. സോ ലെറ്റ്സ് വെൽക്കം തേജസ്. വെൽക്കം തേജസ്. തനന താനന തന്നാനി കറുത്തൊരു പെണ്ണാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. ഇളമാതളിരിൻ ചുണ്ടാണ്, ഇമകൾ രണ്ടും വണ്ടാണ്, കുറുമ്പ് കാട്ടും വണ്ടാണ്, പറുക്കുമമ്പാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, ഓ പാട്ടുമൂളും മൈന പെണ്ണാണ്. ചക്കരമാവിലെ കൂടാണ്, കൂട്ടിനുള്ളിലെ കുയിലാണ്, കൂകും കുയിലമ്മേ കികിളി കൂട്ടാനാരാണ്. തിത്തൈ താളം കൊട്ടാ തത്തൈ വരു താരാട്ടായി, എത്താമരക്കൊമ്പത്തെ മുത്തോലമേലൂഞ്ഞാലായി, കണ്ണാടി കണ്ണിൽ കിന്നാരം, മിന്നാര പൊന്നിൽ മിന്നാരം, കരിമ്പ് പോക്കും കാടാണ്, കറുത്തവാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. ചക്കരേ ഇവിടെ തന്നൊക്കെ കാണൂലല്ലേ. അമ്പലപ്രാവിൻ അഴകാണ്, ആലില തളിരിൻ ചേലാണ്, ചെമ്പകപ്പൂവിൻ നിറമാണ്, ചേമ്പിലെ തുമ്പിലെ മഴയാണ്, മുത്തേ നിന്നെ മുത്തം വെക്കാൻ ചിറ്റോളമായി ചൂടിക്കാൻ, മൂവന്തി പോൽ മാറ്റേറും മുക്കുത്തി ഞാൻ തീർപ്പിക്കാം, കണ്ണാടി കണ്ണിൽ ചിന്തൂരം, ചില്ലോലം ചീത്തൊരു പൂത്താലി, പളുങ്കു തോൽക്കും മാനാണ്, എന്റെ പൊന്നുമോളാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. അല്ല തേജസ് എന്തോ കിഡിലനായിരുന്നടാ. പാട്ടിന്റെ കാര്യമൊക്കെ ജഡ്ജസ് പറയും, പക്ഷെ ആ ഒരു ആക്ട് അടിപൊളിയായിരുന്നു. ചക്കരേ എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് സുഭാഷ്. ചേച്ചിയുടെ പേര് സുഭാഷ്. സുഭാഷ്. എടാ പരിചയപ്പെടുത്തതൊക്കെ ആരൊക്കെയാ?
ഇതൊക്കെ എൻ്റെ നാട്ടിലത്തെ ആൾക്കാരാണ്, അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ പേര് സുഭാഷ്, ഞാൻ ഡ്രൈവറാണ് ബസ്സിൽ. ഓക്കെ. എന്നിട്ടാണോ ഈ ഡാൻസ്? എൻ്റെ പേര് റിജു, ഞാൻ ഡ്രൈവറാണ്. ഓക്കെ. ഞാൻ സുമേഷ്, അക്കൗണ്ടന്റ് ആണ്. എൻ്റെ പേര് ബൈജു, ഞാൻ ഫാർമസി ഓണറാണ്, മെഡിക്കൽ ഷോപ്പ്. എൻ്റെ പേര് ഉദയൻ, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഓക്കെ. സ്മൃതി. എല്ലായിടത്തും ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ തേജസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ കേട്ടാ. താങ്ക് യു. സന്തോഷം. ഓക്കെ, ചോദിക്കാം. തേജസ്, എന്തോ ഒരു ഉഗ്രൻ കള്ള് ഷോപ്പ്. താങ്ക് യു. സൂപ്പർ. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വന്നിരിക്കുന്നത് കള്ള് ഷോപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര കുടിയന്മാരാ ഇവിടെ. എന്തായാലും തേജസെ കലക്കി. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു തേജസിന്റെ ഒരു ആക്ട്. ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല എന്റെ ഇടയില്? വാ സാറേ വാ, എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ? അറേ വാ 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 വാ. നല്ല രസമുണ്ടായിരുന്നു അത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കോറസുകാരുടെ 3 കോറസുകാർ കലക്കി, സൂപ്പറായിരുന്നു. നല്ലൊരു പെർഫോമൻസ്. എനിക്കിതിൽ ആ ലാസ്റ്റിലെ മോളെ എന്നെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, മോളാണ്, പൊന്നു മോളാണ്. അവിടെ താളം ഒരു വല്ലാണ്ട് താളം അങ്ങ് ഇതായിപ്പോയി, ലാഗായിപ്പോയി. അപ്പം അതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഒരു ഓട്ടം, ഒരു മാരത്തോൺ ഓട്ടത്തിൻ്റെ ഒരു പ്രതീതി വരുന്നുണ്ടായിരുന്നു. ആവേശം കൂടിയിട്ട് സ്പീഡ് കൂടുന്നുണ്ട് ഇടയിൽ. എന്താ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? അത് വേറെ ഡാൻസ് കളിച്ചുകൊണ്ട് പാടുമ്പോൾ ഉള്ളൊരു അതായിട്ടില്ല അല്ലേ, നമുക്കൊന്ന് ശരിയായി വരണം ഡാൻസ്. ഇതൊന്ന് കുറെ സമയം ചെയ്ത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇന്നലത്തെ രാത്രി ആ ടൈമിൽ പഠിച്ചതേ ഉള്ളൂ. പക്ഷെ എന്തായാലും രസമുണ്ടായിരുന്നു. എന്നാലും പാട്ടിനകത്തുള്ള താളം ഒന്ന് ശ്രദ്ധിച്ച് പാടാമായിരുന്നു. ചെറുതായിട്ടൊന്ന് സ്പീഡ് ആവുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അല്ലാതെ ആക്ടിൻ്റെ ഇടയിലുള്ള പാളിച്ചകളൊക്കെ പിന്നെയും കുഴപ്പമില്ല, കാരണം ഇതൊരു പെർഫോമൻസ് ആണല്ലോ. മോൻ ശരിക്കും നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ശരിക്കും ആ സിനിമ കണ്ട പോലെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ. ആ ഭാര്യ വന്ന് ലാസ്റ്റിലത്തെ ക്ലൈമാക്സ് പൊളിച്ചു. സൂപ്പർ ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. തേജസ്സേ, എന്തോ സാർ? നല്ല ഓളം ഉണ്ടായിരുന്നു. നീ എന്താ ചെയ്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പാട്ട് കൊള്ളായിരുന്നു. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പാട്ടുകളിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ലയം. നിങ്ങൾക്ക് ലയം റൗണ്ട് വേറെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളിൽ നമ്മൾ ലയം വിട്ട് പോകാനേ പാടില്ല. ഒരു ചക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കണം. ഇനി എന്ത് കാണിച്ചാലും. അത് മാത്രമല്ല, കണ്ണാണ്, കളറാണ് എന്നാ എനിക്ക് കേൾക്കുന്നത്. എന്താണത്? കരളാണ്. അതിനൊരു ക്ലാരിറ്റി വേണ്ടേ? കരളാണ് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയുക. പിന്നെ ഈ ഒന്ന് തള്ളിയുണ്ട് ഒരു ഐറ്റം ഇല്ലേ പല്ലവി തന്നെ, തുണ്ട് പല്ലവി, കറുത്തൊരു അല്ലാതെ അങ്ങനെ എന്തോ ഒരു തള്ളി സാധനം ഇല്ലേ? അതെന്താണത്? കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്. പിന്നെയും കളറാണെന്നാ പാടുന്നത്, കരളാണ്. അപ്പൊ ഈ തള്ളി പാടുന്നതൊക്കെ ആ കൃത്യം എന്താ പറയണ്ട, അതിനൊരു കൃത്യത വേണം. ആ ഏരിയ ഒക്കെ കുറച്ച് ചളുങ്ങിപ്പോയിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ ഈ കണ്ണാടി കണ്ണിൽ കിന്നാരം, അവിടെ തൊട്ടുള്ളതെല്ലാം ഇങ്ങനെ എന്താ പറയണ്ട, ഒരു താളത്തിനകത്ത് ആ ഒരു ലയം കുറവായിരുന്നു. അത് നോക്കണം. എത്ര വെള്ളം പിടിച്ചാലും ലയം വിട്ടു പോകരുത് കേട്ടോ. അങ്ങനെ അതുപോലെ ഈ കറുത്ത വാവാണ്. അതെന്താണ് അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത? ഒന്ന് പാടാമോ കൃത്യമായിട്ട്? കരിമ്പ് പൂക്കും കാടാണ്, കറുത്ത വാവാണ്, കറുത്ത വാവാണ്. അതിനൊരു ക്ലാരിറ്റി അവിടെ നമുക്ക് തേഞ്ഞു മാഞ്ഞു പോകുന്നു കറുത്ത വാവ്. പിന്നെ എൻ്റെ പൊന്നുമോളാണ്, എൻ്റെ പൊന്നു മോനെ, അത് ഏത് കാലപ്രമാണത്തിലാടാ പാടിയെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്ത് പറ്റി? അതൊരു ഭീകരമായിട്ട് അങ്ങ് പോയി. പെട്ടെന്ന് ഗോവിന്ദൊക്കെ കയറി വന്ന് വേറെ ലെവലില് താളം കൊണ്ടങ്ങ് പോയി. അതൊന്ന് പാടാമോ? പളുങ്ക തോൽക്കും മാനാണ്, എന്റെ പൊന്നുമോളാണ്. ഒന്നുകൂടെ. അതെന്താണത്? അത് കൃത്യമാവുന്നില്ല. കരിമ്പ് പൂക്കും മാനാണ്, എന്റെ പൊന്നുമോളാണ്. ലയം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. നമുക്ക് അതെപ്പോഴും അത് ഉണ്ടാവണം, ആ ഒരു ഗ്രൂവിനകത്ത് ഉണ്ടാവണം ഈ അക്ഷരങ്ങൾ. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാകുമ്പോഴാണ് മൊത്തത്തിൽ ഔട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നല്ല രസമായിരുന്നു കള്ളുകുടിയന്മാരും. പാറുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചേച്ചിയായിരുന്നല്ലേ?
അവന് നമ്മുടെ കോറസും. ആ കള്ള് ഷാപ്പത് കണ്ടിട്ട് എനിക്ക് അവിടെ ഒരാളെ മാത്രം അവിടെ സിങ്ക് അല്ലാതിരുന്നത് ആകെ യക്ഷാണ്. യക്ഷും കള്ള് ഷാപ്പായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഈ പാട്ടിൻ്റെ കാര്യം ഒന്ന് ലയം ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നടാ ചക്കര. താങ്ക് യു താങ്ക് യു ശരത് സാർ. ഷാനിക്ക. തേജസ് യെസ് സാർ. കളറായിരുന്നു. താങ്ക് യു സാർ. തേജസ് എനിക്ക് ഓക്കെ ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളും പിന്നെ കമ്പാരിറ്റീവ്ലി ഇത് ഈ ബ്രെത്ത് കൺട്രോളും എല്ലാം ആവശ്യമുള്ള ഒരു പാട്ടാണിത്. എനിക്ക് തോന്നിയത് തേജസ്സിന് കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം തേജസിന്റെ പുറകിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. തേജസ് അതിൻ്റെ ഒന്നും ഒരു ഭാഗമല്ല എന്നൊരു തോന്നലുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ചേച്ചി വരുന്നു. ഇപ്പം തേജസിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് എനിക്ക് തോന്നിയത് വന്നിട്ട് തുടക്കത്തിൽ അവിടെ ഇരിക്കുന്നവരോട് കുറച്ചൊന്ന് എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി, പിന്നെ അതങ്ങ് കഴിഞ്ഞു. പിന്നെയൊക്കെ തേജസ് ഇങ്ങനെ അവരുടെ ആക്ടിവിറ്റീസിന് ബാക്കിംഗ് കൊടുക്കുന്ന ഒരു വോക്കലിസ്റ്റ് മാത്രമായി. അപ്പം അത് തേജസ് ഒന്ന് ശ്രദ്ധിക്കണം. വലിയ അപകടങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് പൊന്നുമോളാണ് എനിക്കൊരു ലോക്കിൽ ഗ്രിഡിൽ വീഴാത്ത പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറിജിനൽ അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ തേജസിൻ്റെ മാർക്കൊന്ന് ഓൾറെഡി ഈ ലിറിക് ഷീറ്റ് കണ്ട ഉടനെ തന്നെ ഞാൻ ഒരു 0.2 അങ്ങ് കട്ട് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ ഞാൻ അർജുൻ്റെ ഇതൊന്നും ഞാൻ കട്ട് ചെയ്തായിരുന്നു. കാരണം നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ലിറിക്ക് തരുമ്പോൾ ഈ *2 അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് തരരുതെന്ന്. അത് തന്നു. ഞാൻ 0.2 ഞാൻ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞിട്ട് തന്നെ കുറയ്ക്കാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. You are a genuine guy, Shan. ഓഫ് കോഴ്സ്. MG സാർ. തേക്കുട്ടാ യെസ് സാർ. നല്ല രസമുണ്ടായിരുന്നു മോനെ. ടോട്ടൽ ആക്ടിവിറ്റീസ് പെർഫോമൻസ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും പെർഫോമൻസ് മതി. അതിനകത്ത് അടിച്ചു മാറ്റുന്നതും വന്ന് കള്ളു കൊടുത്തിട്ട് ഫ്രണ്ടിൻ്റെ പേര് സുഭാഷ് അല്ലേ, സുഭാഷിണി നിരായിരുന്നു അടിച്ചു മാറ്റുന്നതല്ലേ കംപ്ലീറ്റ് ആയിട്ട് ആക്ട് എല്ലാം നന്നായിരുന്നു. പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ടൈറ്റ്നെസ് വേണം. കാരണം ഈ പാട്ട് ട്രാക്ക് പാടിയത് ഞാനാണ്. ഇത് ട്രിവാൻഡ്രത്ത് SS ഡിജിറ്റൽ സ്റ്റുഡിയോയിലായിരുന്നു ഇതിൻ്റെ റെക്കോർഡിങ്. ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഈ പാട്ട് ഞാൻ ലാലിന് വേണ്ടി തന്നെ പാടിയതാണ്. മോഹൻലാലാണ് ഇത് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രാക്ക് പാടി കാരണം അദ്ദേഹത്തിനൊന്ന് ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പാടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊടുത്തിരുന്ന ആ ടൈറ്റ്നെസ് ഉണ്ടല്ലോ. ആ തബലേന്ന് വായിക്കോ. 1 2 3 4 കണ്ടോ? കറുകറ കറുത്തൊരു പെണ്ണാണ്, അങ്ങനെ പാടിക്കേ. കറുകറ കറുത്തൊരു അത് ലൂസാക്കാതെ കറുകറ കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് എല്ലാം അവിടെ തള്ളു വേണം. ആ ആയിക്കോട്ടെ. കറുകറ് കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് പാട്ടുമൂളും മൈന പെണ്ണാണ്. നെക്സ്റ്റ്. കറുകറ് കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ്. നെക്സ്റ്റ്. പാട്ടുമൂളും മൈന പെണ്ണാണ്. Explain. ഇളമാ തളിരിൻ ചുണ്ടാണ് ഇമകൾ രണ്ടും വണ്ടാണ് കുറുമ്പ് കാട്ടും വൺപാണ് മറുക്കുമമ്പാണ് കറുകര. അവിടെ നിന്ന് മെലഡി കൊണ്ടുവരരുത്, മനസ്സിലായില്ലേ? അവിടെ ഒരു ജസ്റ്റ് റഫ് സിംഗിങ് മതി. എന്നാലാണ് ഈ പാട്ടിന്റെ ഒരു സുഖം. കാരണം കള്ള് ഷാപ്പി പാടുന്ന പാട്ടല്ലേ. അപ്പൊ അതിനകത്തൊരു ഗും വരണമെന്നുണ്ടെങ്കിൽ മോന്റെ വോയിസിൽ കൂടുതലും മെലഡിയാ കയറി വരുന്നത്. നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിരുന്നു, പാട്ടൊക്കെ നന്നായിരുന്നു. പിന്നെ ചെറിയൊരു വെള്ളി സമ്മാനിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട്. ലാസ്റ്റിൽ അങ്ങനെയാണ്. കാരണം അതൊരു എടുത്തിട്ട് ആ പാട്ട് എടുത്തിട്ട് അതങ്ങ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്തോട്ട്. ആ ലൈൻസ് എന്താണ് ലാസ്റ്റ് ലൈൻ? എന്റെ പൊന്നുമോളാണ് കറുകർ. അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ ചേച്ചി വന്ന് കാലിൽ വീണിട്ട് വല്ലതും പറ്റിയോ? ഇല്ലല്ലോ. എനിക്ക് തോന്നി തേക്കുട്ടൻ്റെ കാലൊടിഞ്ഞു പോവും എന്ന് എനിക്ക് ഉറപ്പായിട്ട് തോന്നി. കാരണം പിടിച്ചു തള്ളിയതും വന്ന് വീണതും ഞെട്ടിയതും ഒരുമിച്ചിരുന്നു. ആണോ? കാലിൽ വീണോ? ഇല്ലല്ലോ. കാലിൽ വീണു, പക്ഷേ നൊന്തില്ല. എന്തായാലും നല്ല രസമായിരുന്നു ടോട്ടലി എല്ലാവരും കൂടെ. ആൻഡ് ദ ഓർക്കസ്ട്ര ടീം ഓൾസോ നല്ല പഞ്ചായിട്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. മാർക്സ് ചോദിക്കാം. ചേച്ചി. തേജസ്, യെസ് മാം. ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു. ശരത് സാർ. തേജസ്സേ, യെസ് സാർ. നീ താളത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരുമോ എനിക്ക്? ഷുവർ.
എന്താ ഞാനും നിനക്ക് 9 മാർക്സ് തരുന്നു ചക്ര. താങ്ക് യു സാർ. ഷാനിക്ക തേജസ് യെസ് സാർ. 8.8. താങ്ക് യു സാർ. 0.2 കൊണ്ട് കളഞ്ഞവൻ. MT സർ. തേക്കുട്ടാ യെസ് സാർ. ഒരു 2 തുടം. ഓക്കെ സോ ടോട്ടൽ 26.8. ഓക്കെ. അടുത്തതായി നമ്മൾ ലയം ചലഞ്ച് റൗണ്ടിലേക്കാണ് പോകുന്നത്. പാടാൻ വരുന്നു അശ്വതി. കാദംബരി പുഷ്പസദസിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. മൂടുക രോമഹർഷങ്ങളാൽ മൂടുകീ കൈനഖവടുക്കൾ കാദംബരി പുഷ്പസദസിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. പുഷ്കരണിയിൽ വന്നു കണ്ണുനീർ പുഷ്കരണിയിൽ വന്നു ചൂടുക ചൂടുക പാരിയെടുത്തു നീ ചൂടുകീ പല്ലവപ്പുടങ്ങൾ കാദംബരി പുഷ്പത്തിൽ കൗമാരം കൊരുത്തതാണീ
മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. വെരി ഗുഡ് വെരി ഗുഡ്. ഗുഡ് ഗുഡ് ഗുഡ്. അച്ചു ചേച്ചി ജഡ്ജസ് ഒറ്റ കുത്തു വെച്ച് തരും. ഇതെന്താ അച്ചു? ആ ലയത്തിനെ പറ്റി പറയൂ. ഈശ്വര എങ്ങനെ പോയി? പക്കായിരുന്നു. നമ്മളിവിടെ രണ്ട് ടൈപ്പ് ഐറ്റം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. ഒന്ന് തുടക്കം മൊത്തം വേറെ വഴിക്കൊക്കെ പോയിട്ട് അവസാനം ജോയിൻ ചെയ്യും. ഈ കേസിൽ നമ്മൾ കണ്ടത് ഈ കേസിൽ നമ്മൾ കണ്ടത് നേരെ തിരിച്ച് അവസാനം വരെ കൃത്യം ലോക്കിൽ വീണ് ആ ഒരു ഒറ്റ ബാർ ഒറ്റ ഇതൊരു കഷ്ടം. എന്താ അച്ചു? അറിയൂല. ഏതാ? ചൂടുക ചൂടുക അല്ലേ? ലാസ്റ്റ് അതന്നെ. അവിടെ പോയി. അതങ്ങ് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞങ്ങ്. അതെന്താ വെള്ളം ഇറക്കിയതാണോ? എന്താ പറ്റിയ ഇവിടെ? പറ്റി. അറിയില്ല എന്താ പറ്റിയ. ഞങ്ങള് പണ്ട് അത്രയെങ്കിലും പാടിയല്ലോ. ശരത് സാറിനെ നോക്കിയിട്ട് ഞാനത് കറക്റ്റ് ഇപ്പൊ താളത്തിൽ വീഴും നോക്കുമ്പോ അടുത്ത ലൈൻ ഇതാ പോകും. ഒറ്റ വലി. സാരമില്ല. പോട്ടെ ചോദിക്കാം നമുക്ക്. MG സാർ. അശ്വതി കുട്ടി സാർ, ഈ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്താ മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിട്ട് പാടി. എനിക്ക് തോന്നിയത് സുശീലാമ്മ ഒരുപാട് അനുകരിക്കുന്നുണ്ടോ? ഇല്ല സാർ, അനുകരിച്ചിട്ടില്ല. അല്ല, അതായത് ആ ഇത് വന്നല്ലോ, ലയം സെക്ടർ വന്നല്ലോ. അപ്പോൾ എന്തിനിതിൽ തന്നന്ന അങ്ങനെ കട്ടിച്ച് പിടിച്ച് പാടുന്ന പോലെ അത് ഞാൻ താളത്തിന് മനസ്സിലായി. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ സുശീലാമ്മ അങ്ങനെ തന്നെ പാടിയിട്ടുണ്ട്. ഷീസ് നോട്ട് എ മലയാളി. അപ്പോൾ പാടുമ്പോഴത്തേക്ക് അവരുടെ ഒരു ആക്സെന്റ് സ്റ്റൈൽ അതാണ്. അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്തതാണോ അതോ താളം കിട്ടാൻ വേണ്ടിട്ട്? താളം കിട്ടാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനൊരു. എന്തായാലും അത് അവസാനം വരെ രക്ഷിച്ചു. ഒരു ശാക്കലം സാരമില്ല, പോട്ടെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ പാട്ട് നന്നായിട്ട് പാടി. പിന്നെ മെയിനായിട്ട് നിർമാല്യം ഞാൻ നിർമാല്യം, അതിന്റെ സംഗതി ഒന്ന് പാടാവും. കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ വീണഴിഞ്ഞ കേക്കണം. ഇഞ്ഞ കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം 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 മാല്യം മാല്യം ഞാൻ നിർമാല്യം നിർമാല്യം നിർമാല്യം. പിന്നെ നിർത്തുന്ന സ്ഥലത്തെല്ലാം കുറച്ചൊരു വിബ്രാറ്റോ, അത് ശരിക്കും അത് പാടില്ല എങ്കിലും ചില പാട്ടിന് അതൊരു വാണ്ടഡ് എലിമെന്റ് ആണ്. ഒരു കുറച്ചൊരു വിബ്രാറ്റോ കൊടുത്ത് നിർത്താൻ പറ്റുമോ? ലാൻഡിങ് പോയിന്റ്സ്. കാദംബരി പുഷ്പസദസ്സിൽ ഓക്കെ. കൗമാരം കൊരുത്തതാണീ മാല്യം മാല്യം മാല്യം. അങ്ങനെ മാല്യം നിർത്തി കഴിഞ്ഞാൽ അത്രയും നേരം പാടിയതിന്റെ ബ്യൂട്ടി പോകും കേട്ടോ. അതുപോലെ തന്നെ ഈ പൊതിഞ്ഞു തരേരി തരരി, അപ്പൊ തരീന്ന് പിടിച്ചാൽ അത് ഒരു ഓക്വേർഡായിട്ട് തോന്നും. അവിടെ കുറച്ച് സോഫ്റ്റ് ആക്കുക, ഇല്ലെങ്കിൽ ഒരു ലേശം വിബ്രാറ്റോ കൊടുക്കുക. ഒന്ന് പാടാവോ ജസ്റ്റ്? ഇതാണ് ഞാൻ പറഞ്ഞ ആ തെരുവിൽ നിന്ന് സുശീലാമ്മയുടെ കൈനിറുത്താണ്. ഇത് താളമുള്ള സ്ഥലമാണല്ലോ. അല്ല, അങ്ങനല്ല. ശരി, ഓക്കെ, പാടിക്കോളൂ. റെഡി. ഓക്കെ, നോക്കിക്കൊണ്ടാ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പൊതിഞ്ഞു ആ ഒരു ഫീൽ കേട്ടോ. ബാക്കിയെല്ലാം നന്നായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, എന്തായാലും ചെറിയ ഒരു ഭാഗ്യക്കേട്. അതായത് അവസാനം വന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ കറക്റ്റ് ഇതിൽ പൊക്കോണ്ടിരുന്നപ്പം ആഗ്രഹിച്ചു, അതും കൂടെ വന്നിരുന്നെങ്കിൽ എന്ന്. നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഷാനിക നന്നായിട്ട് പാടി മേഡം. ഈ പറഞ്ഞ പോലെ ഞാനും ആദ്യം ഫസ്റ്റ് ഞാൻ എഴുതിയത് വേഴ്സറ്റൈൽ. കാരണം ഇതിന് മുന്നേ പാടിയ ടോൺ കൊണ്ടല്ല അച്ചു ഇത്തവണ വന്നത്, അതിന് മുന്നേ പാടിയ ടോൺ കൊണ്ടല്ല ഇതിന് മുന്നേ വന്നത്.
അപ്പോൾ അത് ഒരു വെർസറ്റാലിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അച്ചുവിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. അച്ചു എന്ത് ടൈപ്പ് ഓഫ് പാട്ടും അച്ചുവിൻ്റെ കയ്യിൽ ഭദ്രമാണ്. 100% ഷുവർ. താങ്ക് യു സാർ. കേട്ടാ. പിന്നെ ഈ പറഞ്ഞ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്. അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ടതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഇത്തവണ സംഭവിച്ചത്. അത് ഇതും ഒരു അത്ഭുതമാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു 95% കൃത്യമായിട്ട് പാടിയിട്ട് ഞാനിവിടുന്ന് ഇങ്ങനെ പാറുവിനെ നോക്കിയിട്ട് സെറ്റ് മോളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ബ്ലള നേരെ അങ്ങോട്ട്. പക്ഷെ അത് ഓക്കെ, ആ ഒരു മൈൻഡിൽ ആ ഒരു കാൽക്കുലേഷൻ എന്തായാലും വേണം കേട്ടോ മോളെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ സുശീലാമ്മയ്ക്ക് ആ ഒരു മലയാളി അല്ലാത്തതിൻ്റെതാവാം ചിലപ്പോൾ ഈ ഒരു വേർഡ്സിന് കൊടുക്കുന്നൊരു സ്പെഷ്യൽ ഒരു ആക്സെൻറ്റ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് എന്തിന് ഇതളുകൾ എന്നൊക്കെ പറയുമ്പം അതിലുള്ള ഈ താളു കൾ എല്ലാം ഫോർ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ആ ഭാഗത്താണെങ്കിൽ ഇൻസ്ട്രുമെൻസും ഇല്ല, നമുക്ക് ക്ലിക്കുണ്ട് ഓക്കെ, പക്ഷെ വേറെ ഇൻസ്ട്രുമെൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാ അക്ഷരങ്ങളും ഡിഫൈൻ ചെയ്തിട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് ഇത്രയും കട്ടിയുണ്ടോ? അപ്പം മോള് അങ്ങനെയാണ് മെട്രോണോം ഓടിച്ചോണ്ടിരിക്കുന്നത്. ഓരോരോ വാക്കിനാണ് ടക്ക് 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 കൊടുത്തോണ്ടിരിക്കണേ. അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കണേ. അത്രയും കട്ടിയുടെ ആവശ്യമില്ല കേട്ടോ, ഫ്രാങ്ക്ലി അത്രയും കട്ടിയുടെ ആവശ്യമില്ല. കാരണം അത് ചില സമയങ്ങളിൽ അത് ഓഡായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇൻസ്ട്രുമെന്റ്സ് കൂടെ ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ ഒരു അടി ഫീൽ ചെയ്യും. അത് മാക്സിമം ഒഴിവാക്കാൻ ഒന്ന് ശ്രമിക്കാം. പിന്നെ ടുവേർഡ്സ് ദി എൻഡാണ് നമ്മുടെ ഐറ്റം റെയിൽ പാളത്തിൽ നിന്ന് തെന്നി മാറി പോയത്, റോഡിലേക്ക് വന്നു. അതെന്തോ പക്ഷെ അത്രയും നേരം മോള് പ്രിസൈസ് ആയിട്ട് തന്നെ പാടി കേട്ടോ. അപ്പൊ അതിന് ഹാറ്റ്സ് ഓഫ്. വെർസറ്റാലിറ്റി ആണ് നമ്മുടെ ഐറ്റം. മുറുകെ പിടിച്ചോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ശരത് സർ. അച്ചു സാർ. അച്ചുന്റെ സുഖമാണോ? സുഖമാണ് സാർ. എന്തോ ഒരു കടുകട്ടിയായിരുന്നു, എന്തിനായിരുന്നു അങ്ങനെ? അല്ല, അത് ഞാൻ ചെറുതായി ഇങ്ങനെ പിടിച്ചപ്പോ അങ്ങനെ ആയി പോയ. അങ്ങനെ ഒന്നും അല്ല, സുശീലാമ്മയെ വിഴുങ്ങാനുള്ള ഒരു ചെറിയ ശ്രമം. ഒരിക്കലല്ല സാർ, ഒരിക്കലല്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞാല് നമ്മളൊന്നും ചുമ്മാ ഇരിക്കുന്നു. ശരത് സാറിനോട് സുശീലാമ്മയെ വിഴുങ്ങിന്ന് ഞാൻ ഇവിടെ നിന്ന് പറയാൻ ചെയ്തു, വിഴുങ്ങിട്ടാ വന്നതെന്ന് തോന്നുന്നു. ചെറിയ തോതിൽ ഇടയ്ക്ക് ഏമ്പക്കവും വിട്ടു. അങ്ങനെ വേണ്ടെന്ന്. സുശീല അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗായികയാണ്. തൊട്ടാ പൊള്ളും, അമ്മയെ പോയി തൊട്ടാൽ. അപ്പം നമ്മൾ ഈ പാട്ട് പഠിക്കുക, പിന്നെ അച്ചുമായിട്ട് തന്നെ പാടിയാൽ മതി. കാര്യം ഒറ്റയ്ക്ക് വന്നപ്പോഴേ എന്താണ് പിന്നെ കരയോ? ഞാൻ സ്പോട്ട് എലിമിനേറ്റ് അത്രേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് കരയരുത്. അല്ല ഞാൻ പറഞ്ഞത് ഇത് ഒന്നും ഇല്ലാണ്ട് വന്ന് പാടുമ്പോൾ അതിങ്ങനെ മുഴച്ചു നിൽക്കുകയാടാ. അപ്പൊ അത് നമുക്ക് അത് അല്ല ഇപ്പൊ ഞാൻ അങ്ങനെ പാടിയാ നീ സമ്മതിക്കൂ? എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി. അപ്പൊ പിന്നെ നന്നായിട്ട് പാടി, ഇതിന്റെ ആവശ്യമില്ല. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ എന്താണ് ഇപ്പൊ ഈ പല്ലവിയുടെ പറയാമോ അതോ ഇനി കരയോ? ഇല്ല സാർ. നിർമാല്യം അതിലൊരിക്കലും നമ്മുടെ കർണാടക സംഗീതത്തിന്റെ ഒരു ഏരിയ പോലും അതിനകത്ത് വരരുത്. അത് അത്ര പ്ലെയിനായിട്ടാണ് പാടേണ്ടത്. അതേ ഉള്ളൂ എനിക്ക് തോന്നിയത്. പിന്നെ ഈ അക്ഷരങ്ങൾ ഈ അനുപല്ലവി പാടിയപ്പോഴും ഞങ്ങൾ മഞ്ചരി അടുത്ത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നത് അതിങ്ങനെ കടിച്ച് പറയായിരുന്നു, പെറുക്കി. അതിപ്പോൾ ടെലികാസ്റ്റ് വരുമ്പോൾ കേട്ട് നോക്ക് എങ്ങനെ ഇരുന്നു. അച്ചു പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തില്ല. അച്ചു ഇനി കടിച്ച് പറിക്കാതെ അതൊന്ന് പാടാമോ? 2 ലൈൻ ഒന്ന് പാടി കേൾപ്പിച്ചു. ആ ഇതളുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സുശീലാമ്മയെ ഓർമ്മ വരുന്നത്. ഒന്നുകൂടെ പാടിക്കോ. അടുത്ത് നല്ലതാണ്, അത് പാടിക്കോ. പക്ഷെ അത് ഓവറാക്കരുത്. അങ്ങനെ പാടരുതെന്നാ പറഞ്ഞ ഒരുവിധം ആയിക്കോ. ഇല്ല അത് ഇത് വരുന്നത് നല്ലതാണ്, കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. അത് വലിയ ഓക്വേർഡ് ആവാണ്ട്. എല്ലാം അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? ഒരുവിധമാണെങ്കിൽ നല്ല സുഖമാണ് കേൾക്കാൻ കേട്ടോ.
അപ്പോൾ പിന്നെ ഈ ലയത്തിൻ്റെ കാര്യം നമ്മൾ ഈ ഒരു ഇപ്പോൾ പോയി കടിച്ചു പിടിച്ച് പാടിയത് എന്ത് രസമായിരുന്നു താളത്തിൽ. ഞങ്ങളിങ്ങനെ ഞാനും ഷാനും ഒക്കെ അന്തം വിട്ട് നമ്മളെങ്ങനെ കൃത്യമായിട്ട് പാടുന്നത്. എക്സ്ട്രോർഡിനറി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എണീക്ക് ഞങ്ങൾ സത്യം ദൈവത്തിനാണ് സത്യം. നീ ഇത് പാടി തീർത്തിരുന്നെങ്കിൽ ഞങ്ങൾ എണീറ്റ്. കാര്യം ആദ്യം മുതൽ പക്ക ഒരു ക്ലിക്ക് ലീക്ക് കേട്ട് പാടിയാൽ പോലും ഇത്ര കറക്റ്റ് ആവത്തില്ല. അങ്ങനെ വന്നിട്ട് അവസാനം വന്നപ്പോൾ അന്ത്യാവോളം വെള്ളം കോരിട്ട് അന്തിക്ക് കുട വിട്ട് ഉടച്ചേ. എന്തൊക്കെയായാലും നല്ലൊരു പാട്ട്, ഉഗ്രം പാട്ട്. അപ്പം അത്രേ ഉള്ളു അച്ചു കേട്ടോ. എല്ലാം എടാ നല്ലതെല്ലാം നമുക്ക് എടുക്കാം, അത് ഓവറാക്കരുത്. അത്രേ ഉള്ളു അച്ചു. ആർ യു ഹാപ്പി? താങ്ക് യുടാ. താങ്ക് യു സാർ. ചേച്ചി പാട്ട് നന്നായി പാടി മോളെ. ഈ സ്ഫുടത കൂടിപ്പോയതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ അതൊന്ന് ഒതുക്കുക. പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അച്ചുവിന് ഒരുപാട് ടെൻഷനാണ് എപ്പോഴും ഹൈ പിച്ച് കിട്ടുമോ എന്നുള്ളത്. ഇന്ന് അത് പ്രോബ്ലം ഇല്ലായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഹൈ ഭാഗങ്ങളൊക്കെ പാടുമ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ട് പാടി. ഗുഡ്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക്ക 8.6. താങ്ക് യു സാർ. ശരത് സാർ 8.6. താങ്ക് യു സാർ. ചേച്ചി 8.7. താങ്ക് യു മാം. എം ജി സാർ ചുക്ക്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 25.9. താങ്ക് യു. ഇനി നമ്മൾ മെഡ്ലേ റൗണ്ടിലേക്കാണ് പോകുന്നത്. പാടാൻ വരുന്നു കീർത്തി ആൻഡ് അക്ഷയ്. ജിംഗള 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 ജിംഗ ജിംഗള ജിംഗ ജി ബൂബ ജിംഗള ജിംഗ കണ്ണുവലിക്കും കില്ലാതെ കല്ലൊളി മങ്ക சிங்களத்து சின்ன கோயிலே எனக்கு ஒரு மந்திரத்தை சொல்லும் மயிலே சிங்களத்து சின்ன கோயிலே எனக்கு ஒரு மந்திரத்தை சொல்லும் மயிலே ജിംഗള ജിംഗ ജി ബൂബ ജിംഗള ജിംഗ ജിംഗള ജിംഗ ജി ബൂബ ജിംഗള ജിംഗ അല്ലാനെ ഉമ്മ പൊല്ലാപ്പ് വേണ്ട 5000 കൊടുക്കാം അതിനൊപ്പം പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് പൊടി പൊടിക്കാം ആയിഷാന്റെ നിക്കാഹ് പൊടി പൊടിക്കാം
അതു കഴിഞ്ഞവനുമായി സൂപ്പർ കത്തിയിരിക്കുമ്പോ ഉമ്മാനെ മറക്കരുതേ, നീ കാനെ വെറുക്കരുതേ. ബാ 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 ബാ. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്, ആ മുത്താണ് നീ ഞമ്മക്ക്. ആഹാ വെരി നൈസ്. നൈസ് നൈസ്, വെരി ഗുഡ്. കീർത്തി ആൻഡ് അക്ഷയ് നല്ലായിരുന്നു കേട്ടോ. Thank you. പാട്ട് സെലക്ഷൻ ഒക്കെ നല്ല ജെല്ലായി പോയി. പാടിയത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ചോദിക്കാം ശരത് സാർ. അക്ഷയ്, കീർത്തി, സാർ. നല്ല പാട്ടുകളുടെ സെലക്ഷൻ. താങ്ക് യു സാർ. എടാ ചക്കരെ, സാർ. ഈ ജിങ്കള ജിങ്കായ്ക്കൊരു ഗും വേണ്ടേ? വേണം. ആ ജിങ്കാള ജിങ്കാ ജീ ബൂമ്പ ജിങ്കാള ജിങ്കാ അത് പാടിയത് ജീമ്പൂമ്പയോ? ആ അതപ്പോ അങ്ങനെ പാട്ട് കാര്യമുണ്ടോ? ഇല്ല സാർ. അപ്പം പിന്നെ അതിനൊരു ഒരു 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 ഗും വേണ്ടേ? വേണം. നമുക്കൊരു ഗുമ്മോടെ പാടിയാലോ? പാടാം, നല്ല നല്ല താളത്തില് ചിരിച്ച്. കൃത്യമായിട്ട് ചിരിച്ച് സന്തോഷിച്ച്. ആ സാർ. ജിങ്കള 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 ജിങ്ക ജിങ്കള ജിങ്ക. ആ ആ പോരട്ടെ. പോരട്ടെ. ജിങ്കള ജിങ്ക ജി ബൂബ ജിങ്കള ജിങ്ക കണ്ണവലിക്കും കില്ല കണ്ണ് വലിക്കുമെന്നൊന്നും അല്ലടാ, കണ്ണമലിക്കും കണ്ണം. കണ്ണമലിക്കും കണ്ണവലിക്കും കില്ല കണ്ണമലിക്കും കില്ലാതെ കില്ലാതെ കല്ലുളി. കല്ലുളി. കണ്ണവലിക്കും കില്ലാതെ കല്ലുളി മങ്ക സിங்களத்து சின்ன கோயிலே எனக்கு ஒரு மந்திரத்தை சொல்லும் மயிலே ആ. சிங்களத்து சின்ன கோயிலே எனக்கு ஒரு மந்திரத்தை சொல்லும் மயிலே ജിങ്കള ജിങ്ക ജി ബൂബ ജിങ്കള ജിങ്ക ആ ജിങ്കള കായൊക്കെ കണ്ടോ? എന്തൊരു വൃത്തികെട്ട കായത്. അതൊരിക്കലും ജിങ്കള പഴമാവത്തില്ല. ജിങ്ക ജി ബൂബ ജിങ്കള ജിങ്ക ജിങ്കള ജിങ്ക അത് അത്രയ്ക്ക് അങ്ങ് ഇറങ്ങുക. ജിങ്കള ജിങ്ക ജിങ്കള ജിങ്ക മകര സനിധപ്പ ജിങ്കള ജിങ്ക. ആ, correct. ആ ഇത് പിടിച്ചോ, അത് പാടിക്കോ. ജിങ്കള ജിങ്ക. ആ ചേരുന്നില്ല, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, അത് ശരിയായിക്കൊണ്ടാ മതി കേട്ടാ. ഓക്കെ സാർ. അപ്പൊ ആ ജിങ്കള ഇതേ ഉള്ളൂ. അവരിപ്പോ സന്തോഷത്തോടെ പാടിയപ്പോ കൊള്ളാടാ, നല്ല താങ്ക് യു രസമുണ്ട്. സാർ. പിന്നെ ഇത് ഏഴിമല പൂഞ്ചോല നല്ല എന്ത് ഗുമ്മുള്ള ഒരു പാട്ടാണ്. അപ്പൊ അതിൽ പൂഞ്ചോല അതൊന്ന് പാടാമോ കൃത്യമായിട്ട്? ഏഴിമല പൂഞ്ചോല ആ അത് ചേരട്ടെ. ഈ അത് അതല്ലല്ലോ സ്വഭാവം. അപ്പൊ പിന്നെ അങ്ങനെ അത് കറക്റ്റായിട്ട് പാടൂ. കമോൺ ബേബി കമോൺ. ഏഴിമല പൂഞ്ചോല. ആ ഗുഡ് 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 ഗുഡ്. പിന്നെ അള്ളാണെ ഉമ്മ, ആ സാർ. ഇതൊക്കെ കണ്ടതാണ് നിങ്ങൾ? ഈ ഫിലിം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പാട്ട് കണ്ടിട്ടുണ്ടോ? പാട്ടിന്റെ വിഷ്വല് കണ്ടിട്ടുണ്ടായിരുന്നു സാർ. ആ ആരായിരുന്നു അത്? അതില് കുതിരവട്ടം പപ്പു സാർ. ആ ഇത് രസമായിട്ട് പാടി വെച്ചേക്കുന്നത് ആ സൈഡിലത്. സമ്മതിക്കാതിരിക്കാം. എടാ ചക്കരെ, സാർ. നീ അല്ല ഈ ചക്കര. ഇക്കാന്റെ കരളെ ഒന്ന് പാടാമോ? ഇക്കാന്റെ കരളെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ, ഉമ്മാന്റെ പൊരുളെ മുത്താണ്, ഉമ്മാന്റെ പൊരുളെ അപ്പാന്റെ പൊരുളേ. അത് വേണ്ട, ഉമ്മാന്റെ പൊരുളേ മുത്താണ്. ഉമ്മാന്റെ പൊരുളെ മുത്താണ്. അത്രേ ഉള്ളു. അതല്ല അതിന്റെ ഒരു സൈക്കിള് കേട്ടോ. പെട്ടെന്ന് വന്നിട്ട് നോക്കണ്ട. നല്ല രസമുണ്ടായിരുന്നു. അത് നിങ്ങൾ രണ്ടും കൂടെ. എനിക്ക് ഒരു ഇത്ര മുകളില് കീർത്തി, ഇവൻ ചിരിക്കത്തുമില്ല. ഇവൻ അല്ലറ ചില്ലറ ഉടായ്പിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല സാർ. എന്നാ തുടങ്ങണം. ഇവനാണ് ചിരിയുടെ ആളാണ്. ആ അവൻ ചിരിക്കട്ടെ. അവൻ എപ്പോഴും ചിരിച്ച് അവന്റെ ജീവിതം സന്തോഷപൂർണ്ണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു സാർ. സാർ. ചേച്ചി. അക്ഷയ്, ചേച്ചി. കീർത്തി, എന്താ ചേച്ചി? ജിങ്കള ജിങ്ക. ആഹാ, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പാട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജിങ്കള 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 ജിങ്കള. ആഹാ, മനോഹരം. എനിക്ക് ആ സമയത്ത് അത് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഒരു ഹരമായിരുന്നു ആ പാട്ട്. മോളെ
എനിക്കിതേ അഭിപ്രായമാണ് സാർ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് കീർത്തി പാടിയതിൽ നല്ല ഒരു പഞ്ച് തോന്നിയിരുന്നു, സ്പെഷ്യലി ഏഴിമല പൂഞ്ചോല. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. അതിൽ എക്സ്പ്രഷൻസും എല്ലാം തന്നെ മനോഹരമായിരുന്നു. അതിനുശേഷം വന്ന പാട്ട് നമ്മുടെ പാവാട വേണം. പാവാട വേണമിൽ കുറച്ചുകൂടി ടെക്നിക്കൽ ആയി പോയി എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതൊന്ന് ഒരു ഈസ് ആവാമായിരുന്നു. അതൊരു ഇത്ത അങ്ങനത്തെ ഒരു ഫീലിൽ പോകുന്നതല്ലേ, ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ ഒരു സംഭവമല്ലേ. അപ്പം കുറച്ചുകൂടി അനായാസമായിട്ട് പാടാമായിരുന്നു. മോൾ ആ ഏഴിമല പൂഞ്ചോല പാടിയ ആ ഒരു കോൺഫിഡൻസ്, അത് ഇതിന്റെ അകത്ത് ആ ഒരു ഒഴുക്ക് വന്നില്ല ഈ പാട്ടിനകത്ത്. അത് കുറച്ചുകൂടി ആവാമായിരുന്നു തോന്നി. ബട്ട് യു ഡിഡ് വെൽ, നന്നായി പാടി, സ്ഥലമായി പാടിയിരുന്നു. അക്ഷയ് കുട്ടാ, അക്ഷയ്, എനിക്ക് വോയിസ് ഇപ്പൊ നല്ലോണം അക്ഷയൻ്റെത് വരുന്നുണ്ട്. നല്ലൊരു ത്രോ ഉണ്ട് വോയിസിൽ, നല്ല കാര്യമാണ്. അപ്പം അക്ഷയ് ഇനി ഒരു പാട്ട് പാടുമ്പോൾ ഇത് അക്ഷയാണ് പാടുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇനി ഇതിനകത്ത് അക്ഷയ് കുറച്ച് ഫീല് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. ത്രൂ ഔട്ട് മറ്റേ പാട്ടിലും കുറച്ചൊന്ന് തണുത്തുപോയി. ഈ വോയിസ് അല്ല ഞാൻ പറഞ്ഞ ഫീല്, സന്തോഷം കുറവായി തോന്നി എനിക്ക്. അതൊന്ന് വരുത്തിയെടുക്കണം. ഓക്കെ, അതല്ലാതെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു പാട്ടുകളുടെ. ഞാൻ ആക്ച്വലി അതിനൊരു കണക്ഷൻ ഉണ്ട് ശരിക്കും. രണ്ട് പാട്ടും കേൾക്കുമ്പോൾ ജിങ്ങള 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 അത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഏഴിമല പൂഞ്ചോലയുടെ ആ ഒരു ബിറ്റ് വരും. അതിൽ കൊഞ്ചടി 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 വരും. അപ്പോൾ അതൊരു രസമുണ്ട്. നിങ്ങൾ ആ സെലക്ഷൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും നന്നാവട്ടെ. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അക്ഷയ് ആൻഡ് കീർത്തി നന്നായിട്ട് പാടി. അക്ഷയ്, എനിക്ക് ഈ ജിങ്കള അത് ഒന്ന് കറക്റ്റ് ഗ്രിഡിൽ വീഴണമായിരുന്നു എനിക്ക് തോന്നി. കുറച്ചൊന്ന് എവിടെയൊക്കെയോ ലൂസായി പോയി. പക്ഷെ അഗൈൻ നിങ്ങളുടെ ഈ ഒരു മാഷപ്പിന്റെ സെലക്ഷൻസ് അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ ഈ ജിങ്കള ജിങ്ക, അത് കഴിഞ്ഞിട്ട് നേരെ കൊഞ്ചടി കൊഞ്ചടി, അതൊരു ഡയറക്റ്റ് കണക്ഷൻ പോലെ ഫീൽ ചെയ്തു നമുക്ക്. പിന്നെ ഒരു ഫൺ മാഷപ്പാണ് ഇത്. 3 സോങ്സും നോക്കുമ്പോൾ അതിനൊരു ഫൺ, അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഫൺ ക്യാരക്ടറാണ്. അതൊക്കെ നിങ്ങൾ ഒട്ടുമിക്ക കുറെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. മറ്റേ സ്ഫടികത്തിലെ പാട്ടിന്റെ ക്യാരക്ടർ അസാധ്യമാണ്, അടിപൊളിയായിരുന്നു. വൺ ഏരിയ ആയിരുന്നു അത്. പിന്നെ നമ്മൾ പാവാട വേണം വന്നപ്പോൾ അതിന്റെ അപ്രോച്ച് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയി. അത് മെയിൽ വേർഷൻ ആയതുകൊണ്ട് ആ ഒരു കുറച്ചുകൂടെ ഒരു ഗാംഭീര്യം കൊടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആ ഒഴുക്ക് വന്നില്ല. കുറച്ച് സ്ട്രിക്റ്റ് ആയി, കൺഫൈൻഡ് ആയി. അതിന്റെ ആവശ്യമില്ല, കുറച്ചൊന്ന് ലൂസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഒരു പാട്ടിൽ. എഗൈൻ ശരത്തേട്ടൻ പറഞ്ഞാൽ ഒരു പൊടിക്ക് മേലെ കീർത്തിയാണ് ഈ ഒരു മാഷപ്പിൽ മുന്നിട്ട് നിൽക്കുന്നത്. കോറസ് ഇല്ലായിരുന്നോ? നിങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എംജി സർ. യെസ്, അക്ഷയ്, കീർത്തി നന്നായിരുന്നു കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമേ പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ മാച്ചിങ്, ഈ സോങ്സിന്റെ മാച്ചിങ് സൂപ്പർ മാച്ചിങ്. അതായത് ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടിലോട്ട് കയറുന്ന അറിയുന്നേ ഇല്ല, അത് കഴിഞ്ഞ് അടുത്ത പാട്ടിലോട്ട് കയറുന്ന അറിയുന്നില്ല. അപ്പൊ അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിജയിച്ചു. ഫസ്റ്റ് പാട്ട് ജിങ്കള, ആ സോങ്സ്. പക്ഷെ ഇതെല്ലാം ഈ 3 പാട്ടും കുറച്ചുകൂടെ റിതമാറ്റിക് ആയിട്ട് വന്നാൽ കൊള്ളാം. കാരണം നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ടുകളെല്ലാം ഋതത്തിലുള്ള പാട്ടുകളാണ്, നല്ല താളാത്മകമായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അത് താളത്തിൽ തന്നെ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പ് ചെയ്ത് പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും. എങ്കിലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പാവാട വേണം എന്ന പാട്ടാണ്. ഇത് ഞാൻ കോഴിക്കോട് ഒരു ഷോയ്ക്ക്, അതായത് അമ്മയുടെ ഷോ ആണെന്ന് തോന്നുന്നു, അതിന് വളരെ വളരെ വർഷം മുമ്പാണേ. അതിന് ഇത് വലിയ പാട്ട് എനിക്ക് പാടാൻ തന്നു. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ പാടുന്നത് ആരാണ് എന്ന്. അന്ന് എനിക്ക് തോന്നുന്നു ഇടവേള ബാബുവാണ് അതിൻ്റെ മെയിൻ കോർഡിനേറ്റർ, ഷോ ഡയറക്ടർ. ഞാൻ ചോദിച്ചു ആരാണ് ബാബു എൻ്റെ കൂടെ ഈ പാട്ട് പാടുന്നത്. പറഞ്ഞു അതൊരു സസ്പെൻസാണ്, ആ സമയത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, തന്നെ പാടാമെന്നുള്ളൊരു ധൈര്യത്തിൽ കയറി ചെന്ന് നിന്നപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ്, എം.ജി. ശ്രീകുമാറിൻ്റെ കൂടെ പാടുന്നത് നമ്മുടെ എല്ലാം സ്വന്തം മാമുക്കോയ. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഉഗ്രനായിട്ട് പാടി കിട്ടും. ഞാൻ വിചാരിച്ചു താളം വല്ലതും മാറിപ്പോകുന്നു, കാരണം അതിനകത്ത് ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ഒന്നും മാറിയില്ല, അസലായിട്ട് പാടി. ആ ഓർമ്മ ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നു. കാരണം ഇത്രയും സഹൃദയനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു. ഈ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്തായാലും നിങ്ങൾ നന്നായിട്ട് പാടി. കീർത്തി പാടിയ ആ എക്സ്പ്രഷൻസൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏഴിമല പൂഞ്ചോല ടോട്ടലി നന്നായിരുന്നു കേട്ടോ, കൂടുതലൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ്.
സർ പാറു ഒരു മിനിറ്റ്. എടാ അക്ഷയ്, ഈ ജിങ്കള ജിങ്ക ഒന്ന് ചുമ്മാ ഒന്ന് പാടാമോ അത്? ജിങ്കള 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 ജിങ്ക ജിങ്കള ജിങ്ക ജീബൂബ ജിങ്കള ജിങ്ക. ജീബൂബ അല്ല ജീബൂമ്പ. ജീബൂമ്പ. ആ 3 4 1 2 3 4. ജിങ്കള ജിങ്ക ജീബൂമ്പ ജിങ്കള ജിങ്ക കണ്ണവലിക്കും കില്ലാതെ അത് കണ്ണവലിക്കും. കണ്ണവലിക്കും കണ്ണല്ല കണ്ണോ. കണ്ണോ. ആ കണ്ണവലിക്കും അത് മതി. കില്ലാതെ കണ്ണവലിക്കും കിള്ളാതെ കല്ലൊളി മങ്ക. കല്ലുളിമങ്ക. കാര്യം ഇത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് പാടി ചിത്ര ചേച്ചിക്കൊരു മെസ്സേജ് അയച്ചു. ചേച്ചി എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു തന്നു. ചരത്തേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ജീബൂബ എന്ന് ഞാൻ കേട്ട് ജീബൂമ്പ, നമ്മളിത് സ്റ്റേജിൽ പാടുമ്പോഴൊക്കെ ജീബൂമ്പന്നേ പാടിയിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇനി ഇതായിരിക്കും അതിൻ്റെ ശരിയെന്ന്. അതൊന്ന് ചേച്ചി അടുത്ത് ചോദിച്ച് ഞാൻ കറക്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അതുകൊണ്ട് മാർക്കില്ല. സർ അക്ഷയ്ക്ക് 8.7. താങ്ക് യു സർ. അക്ഷയ്, ചേച്ചി. ഈ പെർഫോമൻസിന് അക്ഷയ്ക്ക് 8.8. താങ്ക് യു ചേച്ചി. അക്ഷയ് 8.7. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 26.2. ഇനി കീർത്തിയുടെ മാർക്ക്. ചേച്ചി കീർത്തി പെണ്ണിന് ഞാൻ 9 മാർക്സ് തരുന്നു. ശരത് സർ. അല്ല, മഞ്ജരി 9 മാർക്സ് കൊടുത്ത സ്ഥിതിക്ക് ഞാനും 8.9. താങ്ക് യു സർ. ഷാനിക്ക. ശരത്തേട്ടൻ 8.9 കൊടുത്ത സ്ഥിതിക്ക് ഞാനും 8.9. താങ്ക് യു സർ. എം ജി സർ. ഒരു ജീബൂമ്പ വേണോ അതോ ജീബൂമ്പ വേണോ? ഏത് വേണം? ജീബൂമ്പ. ആ എനിക്ക് ജീബൂമ്പ മാർക്ക്. താങ്ക് യു താങ്ക് യു സർ. സർ. ഓക്കെ, സോ ടോട്ടൽ 26.8 കീർത്തിക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.